പ്രിയ ശ്രോതാക്കളെ, ദി സ്റ്റോറി ഓഫ് ദി സയൻസിൻ്റെ 208 അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ റോബർട്ടിന് ശേഷം ഈ ആഴ്ച വിശുദ്ധ എഫ്രേമിനെ കുറിച്ചാണ്. മെസപ്പൊട്ടോമിയയിലെ നിസിബിസി നിവാസിയുടെ മകനായിട്ടായിരുന്നു വിശുദ്ധ എഫ്രേം ജനിച്ചത്. തന്നെ സ്നാനപ്പെടുത്തിയ മെത്രാനായ ജെയിംസിൻ്റെ മേൽനോട്ടത്തിന് കീഴിലായിരുന്നു വിശുദ്ധൻ വിദ്യാഭ്യാസം ആർജിച്ചത്. വളരെ പെട്ടെന്ന് തന്നെ എഫ്രേം വിശുദ്ധിയിലും അറിവിലും അപാരമായ പുരോഗതി കൈവരിക്കുകയും അധികം താമസിയാതെ നിസിബിസിയിലെ വിദ്യാലയത്തിൽ അധ്യാപകനായി നിയമിതനാവുകയും ചെയ്തു. മെത്രാനായ ജെയിംസിൻ്റെ മരണത്തിന് ശേഷം നിസിബിസ് പേർഷ്യക്കാർ പിടിച്ചടക്കി. അതേ തുടർന്ന് എഫ്രേം എട്രേസായിലേക്ക് പോയി. അവിടെ എത്തിയ വിശുദ്ധൻ ആദ്യകാലങ്ങളിൽ മലനിരകളിൽ പാർത്തു വന്നിരുന്നു. അവിടെയുള്ള സന്യാസിമാർക്കൊപ്പം താമസിക്കുകയും പിന്നീട് തനിക്ക് ചുറ്റും തടിച്ചുകൂടുന്ന ജനങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിനായി ഏകാന്തതയിൽ സന്യാസ ജീവിതം ആരംഭിക്കുകയും ചെയ്തു. എട്രേസായിലെ ദേവാലയത്തിലെ ഡീക്കനായി നിയമിതനായെങ്കിലും വിശുദ്ധൻ്റെ ആഴമായ എളിമ അദ്ദേഹം പൗരോഹിത്യം നിഷേധിക്കാൻ കാരണമായി. എല്ലാവിധ നന്മകളാലും സമ്പന്നനായിരുന്നു വിശുദ്ധൻ. കൂടാതെ ശരിയായ ജ്ഞാനസ്നാനത്തിലൂടെ ഭക്തിയും വിശ്വാസവും കൈവരിക്കുവാൻ അദ്ദേഹം പരിശ്രമിക്കുകയും ചെയ്തു. മാനുഷികവും നശ്വരവുമായ എല്ലാറ്റിനെയും വിശുദ്ധൻ ഉപേക്ഷിക്കുകയും ദൈവികവും അനശ്വരവുമായ നേടുന്നതിനുള്ള ആഗ്രഹത്താൽ പൂരിതനാവുകയും ചെയ്തു. പിന്നീട് പരിശുദ്ധാത്മാവ് വിശുദ്ധനെ കാപ്പാഡോസിയയുടെ സിസേറിയയിലേക്ക് നയിച്ചു. അവിടെ വെച്ച് അദ്ദേഹം സഭയുടെ വക്താവായിരുന്ന ബേസിലിനെ കണ്ടുമുട്ടി. അവർ തമ്മിലുണ്ടായ പരസ്പര സംവാദങ്ങളിൽ നിന്നും ഇരുവരും ഏറെ അറിവ് ആർജിച്ചു. അക്കാലത്ത് സഭയെ പ്രശ്നത്തിലാക്കിയിരുന്ന ചില അബദ്ധധാരണകളെ തിരുത്തുന്നതിനും യേശുക്രിസ്തുവിൻ്റെ നിഗൂഢതകളെ വിശദീകരിക്കുന്നതിനുമായി സിറിയൻ ഭാഷയിൽ വിശുദ്ധൻ നിരവധി ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. ഇവയിൽ മിക്കവയും ഗ്രീക്ക് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടു. അക്കാലത്തെ ദേവാലയങ്ങളിൽ സുവിശേഷ വായനയ്ക്ക് ശേഷം വിശുദ്ധൻ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ വായിക്കാനുണ്ടായിരുന്നെന്ന് വിശുദ്ധ ജെറോം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അത്രമാത്രം പ്രസിദ്ധമായിരുന്നു വിശുദ്ധൻ്റെ രചനകൾ. പരിശുദ്ധ മാതാവിനെയും വിശുദ്ധന്മാരെയും സ്തുതിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ കവിതകളെ കണക്കിലെടുത്ത് സിറിയക്കാർ പരിശുദ്ധാത്മാവിൻ്റെ സാരംഗി എന്നാണ് എഫ്രേമിനെ വിളിച്ചിരുന്നത്. പരിശുദ്ധ മാതാവിനോടുള്ള വിശുദ്ധൻ്റെ ഭക്തി പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. നിരവധി യോഗ്യതകളാൽ സമ്പൂർണനായി മെസപ്പൊട്ടോമിയയിലെ എട്ടസയിൽ വെച്ചാണ് വിശുദ്ധൻ കർത്താവിൽ അന്ത്യനിദ്ര പ്രാപിക്കുന്നത്. പുരാതന റോമൻ ദിനസൂചിക അനുസരിച്ച് വലൻസിൻ്റെ ഭരണകാലത്ത് ജൂലൈ മാസം 14 വിശുദ്ധൻ മരിക്കുന്നത്. പരിശുദ്ധ കത്തോലിക്ക സഭയിലെ നിരവധി കർദിനാന്മാരുടെയും മെത്രാപ്പോലിത്തമാരുടെയും മെത്രാന്മാരുടെയും പാത്രിയർക്കീസ്മാരുടെയും ആശ്രമാധിപതികളുടെയും സന്യാസ സഭകളുടെയും അപേക്ഷ പ്രകാരം ബെനഡിക്റ്റ് 15 പാപ്പ വിശുദ്ധ എഫ്രേമിനെ ആഗോള സഭയുടെ വേദപാരംഗതനായി അംഗീകരിച്ചു. ഇനി നമുക്ക് ഇന്നത്തെ ചിന്താവിഷയം എന്താണെന്ന് ശ്രദ്ധിക്കാം. പ്രതിസന്ധികളിൽ എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നവന് വേണ്ടത് തുണയാണ്, മറിച്ച് സമ്മർദ്ദമല്ല. അതിവേഗം പോകുന്നതിനിടയ്ക്ക് ചിലപ്പോഴൊന്ന് വഴുതി വീഴുന്നത് നല്ലതായിരിക്കും. കണ്ടിട്ട് കാണാതെ പോകുന്നവരെയും മറ്റു മാർഗമില്ലാത്തതുകൊണ്ട് കണ്ടെന്ന് നടിക്കുന്നവരെയും നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കും. മാനക്കേടിൽ തുടരാൻ ആർക്കും താല്പര്യമുണ്ടാകില്ല. എങ്ങനെയെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തീവ്ര ശ്രമം നമ്മുടെ ഓരോ ശ്വാസത്തിലും ഉണ്ടാകണം. വാഴുന്നവരുടെ കൂടെ ആൾക്കൂട്ടമുണ്ടാകും, പക്ഷെ വീണ് കൊടുക്കുന്നവനെ താങ്ങാവുന്നതിനേക്കാൾ വലിയ പരസ്നേഹ പ്രവൃത്തി വേറെ ഉണ്ടാകില്ല. ഏവർക്കും നന്ദി.